നമ്മളൊന്ന് ഈ യുദ്ധത്തിന്റെ പിന്നാലെ പോയപ്പോഴേക്കും നമ്മുടെ ഈ കൊച്ചി ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതിലെ ഫുള്ള് ജിഹാദുകളാണ്. ലവ് ജിഹാദ്, കോർപ്പറേറ്റ് ജിഹാദ്, HR ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഇപ്പോൾ ടാറ്റ കൺസൾട്ടൻസിൽ അതായത് TCSൽ വരെ ജിഹാദാണ്. A to Z ജിഹാദ്. നമ്മൾ ഈ ജിഹാദിനെ പറ്റി അല്ല ജിഹാദി, അത് എന്നെ വിളിക്കുന്ന ആൾക്കാർ അല്ല ജിഹാദി, നിനക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാനില്ലേ? നീ ഇങ്ങനെ യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞ് നടന്നാൽ മതിയോ? നീ ഇതിനെപ്പറ്റി സംസാരിക്കും, ഇന്ത്യൻ്റെ അകത്തുള്ള ജിഹാദ് പരിപാടികൾ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എന്നോട് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ എന്നോട് ചോദിച്ചപ്പോഴാണ് ഞാനും ചിന്തിച്ച്, അല്ല ഇത് നമ്മൾ അറിയേണ്ടത് എന്താ നാട്ടിൽ നടക്കുന്നത്? ഒരു ജിഹാദ് പരിപാടി നടക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ടേ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ക്യാമറയുടെ ഫോക്കസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലറായി പോകുന്നുണ്ട്. അത് നോക്കണ്ട, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പോയിന്റ് ഉണ്ടോ എന്ന് മാത്രം നോക്കുക. നമുക്ക് ഇത് നോക്കണം. ഈ നാട്ടിലമ്മാതിരി ജിഹാദ് പരിപാടികൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? നീ എപ്പോഴും സംഖ്യകളെ കുറ്റം പറയുന്നില്ല, എന്തുകൊണ്ട് നിനക്ക് ഇതിനെ പറ്റിയൊന്നും പറയാനില്ല എന്ന് ചോദിച്ച് കേരള മാധ്യമങ്ങൾ പോലും ഇതൊന്നും വേണ്ട പോലെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് വാർത്തകൾ മുക്കിക്കളയാണ്, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചു, എന്ത് പരിപാടിയാണ്, ഒരു പരിപാടി കണ്ടിട്ട് നമ്മളിങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ പാടുണ്ടോ? പ്രത്യേകിച്ച് സുഡാപ്പിയാണ് നമ്മൾ, ജിഹാദിയാണ് നമ്മൾ, നമുക്ക് അങ്ങനത്തെ കുറേ ചാപ്പകൾ കുത്തിത്തരുന്ന നാടല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഈ പരിപാടി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളങ്ങ് TCSലോട്ട് നമ്മളങ്ങോട്ട് പോയി. ടാറ്റ കൺസൾട്ടൻസി സർവീസ്, അതായത് നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വൺ ഓഫ് ദ ബെസ്റ്റ് IT ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അങ്ങനെയൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ ടാറ്റയിൽ ഇമ്മാതിരി പരിപാടികളൊക്കെ കാണിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എന്തൊക്കെ അവിടെ ചെയ്തു കൂട്ടുന്നറിയോ? ബീഫ് നിർബന്ധിച്ച് തീറ്റിക്കുക, നോമ്പ് എടുപ്പിക്കുക നിർബന്ധിച്ചിട്ട്, മുസ്ലിം മതത്തിന് അല്ലെങ്കിൽ മതത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക, അതൊക്കെ പോരാത്തതിന് ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിക്കുക, ഇനി പീഡിപ്പിച്ചിട്ട് ആ ഫോട്ടോസും അല്ലെങ്കിൽ ആ വീഡിയോസും ഒക്കെ കാണിച്ചിട്ട് മതപരിവർത്തനം നടത്തുക. 1-2 അല്ല, 4 വർഷങ്ങളായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കമ്പനിയുടെ ഒരു HR താഴ്ത്തു വരുന്ന ടീം ലീഡേഴ്സ് ഇവരെല്ലാവരും കൂടെ അവിടെ വരുന്ന പാവപ്പെട്ട ഹിന്ദു പെൺകുട്ടികളെ ഈ പറഞ്ഞ പരിപാടികളൊക്കെ കാണിക്കുന്നത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ ഭരിക്കുന്ന നാട് 12 വർഷമായിട്ട് നമ്മുടെ ഹിന്ദു രാജ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്താണോ ഹിന്ദുക്കൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്? അല്ലേ? ഉണരൂ ഹിന്ദു എന്നല്ലേ നമ്മളിതിനെപ്പറ്റി പറയേണ്ടത്? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇമ്മാതിരി പരിപാടികളൊക്കെ അവിടെ കാണിച്ചിട്ട് ഈ ഒന്നും പറ്റി സംസ്ഥാനം ഭരിക്കുന്നതാരാ? അതും BJP, രാജ്യം ഭരിക്കുന്നത് BJP. എന്നിട്ട് ഇവന്മാരുടെ കണ്ണിൻ്റെ ഈ മീശൻ്റെ തുമ്പത്താണ് ഇമ്മാറുന്ന പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജിഹാദികൾ. കണ്ണ് തുറക്കും മോദിജി, കണ്ണ് തുറക്കും. അതല്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലീസ്, നിങ്ങളൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് കാര്യങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ ഈ നാഷണൽ ഏജൻസീസൊക്കെ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? നാഷണൽ ഏജൻസീസ് ഈ എന്താ പറയുക, മോദിജിനെ കുറ്റം പറഞ്ഞ് ഓനെ പിടിച്ച് പൊക്കും. മോദിജിനെ പറ്റി എന്തെങ്കിലും അല്ലെങ്കിൽ മോദിജി ചെയ്ത വല്ല വക്രബുദ്ധികളും തുറന്ന് കാണിച്ച് ഓനെ പിടിച്ച് ജയിലിലിടുക, പ്രതിപക്ഷ MLA-മാരെ പിടിച്ച് ജയിലിടുക, അല്ലെങ്കിൽ പ്രതിപക്ഷ MP-മാരെ പിന്നാലെ പോവുക. ഇനി മോദിജിനെ പറ്റി എന്തെങ്കിലും സിനിമ അല്ലെങ്കിൽ BJP RS സംഘപരിവാർ കാണിച്ചിട്ടുള്ള എന്തെങ്കിലും കൊള്ളരുതായ്മ ഏതെങ്കിലും സിനിമയിൽ കാണിച്ച് കഴിഞ്ഞാൽ ഓൻ്റെ വീടൊക്കെ കയറി നിറഞ്ഞ ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് കേജ്രിവാളിനെ പോലത്തെ ആൾക്കാരുടെ തലയിൽ ഇല്ലാത്ത കേസ് കൊണ്ടിട്ടിട്ട് ഭരണം കിട്ടിയതിന് ശേഷം ആ കേസ് തന്നെ തള്ളിപ്പോകുന്ന അവസ്ഥ. ഇതൊന്നുമല്ല നമ്മുടെ നാഷണൽ ഏജൻസീസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ക്രിമിനൽസിൻ്റെ പിന്നാലെ പോകും. മറ്റത് കുത്തിത്തിരിപ്പ്, മുന്നായ്മയും കച്ചറയും ഇതൊക്കെ നമുക്ക് കാണാം, അതൊക്കെ നിങ്ങൾ ചെയ്ത സൈഡ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ നാട്ടിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പിടിക്കണം. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, ഈ ചെയ്ത ആൾക്കാരാണ് മുസ്ലിങ്ങളല്ലാന്ന്. അതാണ് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പേര് ലവ് ജിഹാദും അല്ലെങ്കിൽ കോർപ്പറേറ്റ് ജിഹാദും HR ജിഹാദും ഒക്കെ ആണെങ്കിലും ഈ ചെയ്തവന്മാരൊന്നും മുസ്ലിങ്ങളും ഇസ്ലാമും അല്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ല, അല്ല നമ്മൾ അങ്ങനെയല്ലല്ലോ കേട്ടത്. അറസ്റ്റ് ചെയ്ത 7 പേര്, നിത ഖാത്തൂൻ അടക്കം, HR മാനേജറെ നിത ഖാത്തൂൻ അടക്കം 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അറസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ മുസ്ലിങ്ങളാണല്ലോ. മുഹമ്മദും കബീറും സുലൈമാനും ഇതൊക്കെ തന്നെയാണല്ലോ. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. അതാണ് ഈ കേസിലെ മൊത്തം ട്വിസ്റ്റ്. അമ്മമാർക്ക് പേര് മാത്രമേ ഉള്ളൂ, മുസ്ലിങ്ങളെ പേര്. അവിടെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളില്ലേ, മുസ്ലിങ്ങൾ, ഈ മുസ്ലിങ്ങളുടെ പേരെന്താ? പേര് മാറ്റിയിട്ടുണ്ടല്ല, ഒക്കെ മുസ്ലിങ്ങളെ പേരാ. എന്നിട്ട് അമ്മമാരെന്താ ചെയ്യണത്? അതായത് ഞങ്ങളുടെ മതത്തിൽ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പെണ്ണ് പിടിക്കണം, ഞങ്ങൾക്ക് ഉമ്മാനെ പിടിക്കണം, ഞങ്ങൾക്ക് പെങ്ങളെ പിടിക്കണം, ഞങ്ങൾക്കൊരു 3-4 പെണ്ണ് കെട്ടിട്ട് ഐറ്റിലൊക്കെ പിടിച്ച് അവസാനം ഐറ്റിലൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ഞങ്ങൾക്ക് പുതിയ പെണ്ണ് കെട്ടണം. ഇതൊക്കെയല്ലേ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ പറയുന്നത്. അങ്ങനെ സുഖലോലുപന്മാരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളാണോ? അല്ല. മുസ്ലിങ്ങളായിട്ടുള്ള ബാക്കി ആൾക്കാർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. മുസ്ലിം എന്ന് പേര് വരുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ എല്ലാ ചെറ്റത്തരങ്ങളും ഉമ്മാർ ചെയ്യുക. മുസ്ലിം എന്ന് പേരുള്ള കുറേ പെണ്ണുങ്ങളും ഉണ്ട് അല്ലേ, നമ്മുടെ കാമിതനെ പോലത്തെ. അങ്ങനെ കുറേ പേരുണ്ട്. എന്താ പരിപാടി? ഇത് തന്നെയാണ്. 1 കെട്ട് ഒഴിവാക്കുക, 2 കെട്ട് ഒഴിവാക്കുക, 3 കെട്ട് ഒഴിവാക്കുക, 4ാമത്തെ ഒരുത്തൻ്റെ കൂടെ അങ്ങോട്ട് ജീവിക്കുക, എന്നിട്ട് എല്ലാ തരികിട പരിപാടികളും ചെയ്യുക. പേരെന്താണ്? അതാണ് പേര്, മുസ്ലിമിൻ്റെ പേരാണ്. പക്ഷേ മുസ്ലിങ്ങൾ വരുന്ന ഇവരൊന്നും മുസ്ലിങ്ങളല്ല, ഞങ്ങൾ ഇങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇവന്മാരിമ്മ അതിന് പരിപാടികൾ കാണിച്ചു കൂട്ടാൻ മുസ്ലിങ്ങളെ പേര് പിടിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ടാറ്റ കൺസൾട്ടൻസിലും നടന്നിട്ടുള്ളത്. പേര് മുസ്ലിങ്ങളാണെന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് ഇവന്മാർ ചെയ്ത പരിപാടി എന്താണ്? ബീഫ് തീറ്റിച്ചു എന്നുള്ളത്. ഏതെങ്കിലും മുസ്ലിം ഉണ്ടോ നീ ബീഫ് തിന്നണം, ഏതെങ്കിലും ഹിന്ദുവിനെ പിടിച്ചിട്ട് എൻ്റെ ചണ്ണാക്കിലേക്ക് ഞങ്ങൾ ബീഫ് കുത്തി കയറ്റും എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ചെയ്യൂല. ഇമ്മാതിരി എച്ചിലുകൾ ചെയ്യും. അത് ചെയ്ത അവിടെ
രണ്ടാമത്തെ എന്താ, ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചിട്ട് അവരെ പറ്റി മോശം സംസാരിക്കുക. ഈ രാജ്യത്ത് ഏത് മുസ്ലിങ്ങളെ ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ച് സംസാരിച്ചിട്ടുള്ളത്? തിരിച്ച് രാമൻ്റെ ജയശ്രീരാം വിളിച്ചിട്ടില്ലെങ്കിൽ ചില മുസ്ലിമിനെ തൂക്കിക്കൊല്ലും, അത് വേറെ കാര്യം. പക്ഷേ തിരിച്ച് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ടില്ല എന്നുള്ള പേരും പറഞ്ഞിട്ട് ഇവിടെ എത്ര ഹിന്ദുവിന് അടി കിട്ടിയിട്ടുണ്ട്? ഒരു ഹിന്ദുവിന് ഒരു അടിയും കിട്ടിയിട്ടില്ലല്ലോ, ഒരു മുസ്ലിം അല്ല ഒരു ക്രിസ്ത്യാനും ഒരു അടി കിട്ടിയിട്ടില്ല. പക്ഷെ തിരിച്ചാണ് പ്രശ്നം. ജീസസ് ക്രൈസ്റ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ പള്ളി പുറത്തുവന്മാർ കത്തിക്കും, അല്ലെങ്കിൽ നിന്റെ കുരിശുവന്മാർ പൊട്ടിത്തെറിപ്പിക്കും. അതല്ലെങ്കിൽ നിന്റെ പള്ളിയിൽ വന്നിട്ട്, അല്ലെങ്കിൽ നിന്റെ പള്ളിയിൽ അടിവാര് അല്ലെങ്കിൽ അടിമാന്ത വരെ അവിടെ പൊളിച്ചിട്ട് അവിടെ നമ്മൾ വേണമെങ്കിൽ അമ്പലങ്ങൾ നമ്മൾ വെക്കാറുണ്ട്. ഇമ്മാറുന്ന പരിപാടികളും കാണിക്കും. പക്ഷെ തിരിച്ച് മുസ്ലിം അള്ളാഹു അക്ബർ വിളിപ്പിക്കാത്തതിൻ്റെ പേരിൽ ഒരു ഹിന്ദുവിനും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചു എന്ന് പറയുന്ന ഈ 7 പേരും മുസ്ലിങ്ങളല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. മുസ്ലിം പരിപാടി ചെയ്യൂല. പിന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ കാര്യം, അതായത് പേടിപ്പിച്ച് അതിൻ്റെ വീഡിയോസും ഇമേജസും ഒക്കെ എടുത്തു വെച്ചിട്ട് ഇത് കാണിച്ചിട്ട് മതപരിവർത്തനം നടത്തുക. ഫസ്റ്റ് ഓഫ് ഓൾ മുസ്ലിം ഏറ്റവും വലിയ കുറ്റമാണ് എന്ത്? വ്യഭിചരിക്കുക എന്നുള്ളത്. പീഡിപ്പിക്കുക, അല്ലെങ്കിൽ ലൈംഗികമായി പീഡിപ്പിക്കുക, വ്യഭിചരിക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അത് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാൻ പടച്ചവനെന്നവിടെ വെറുതെ ഇരിക്കുകയാണ്. ഏതെങ്കിലും മുസ്ലിം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്കത് നമ്മൾ പ്ലക്കി പരിപാടി ചെയ്യണ്ടേ, നമുക്കത് മതം മാറ്റാം, ഞങ്ങൾ പരിപാടി ചെയ്തോന്നാണ് പടച്ചവൻ പറഞ്ഞല്ല. അപ്പം അതും മുസ്ലിമിലും ഇസ്ലാമിലും പറഞ്ഞ കാര്യമില്ല. അപ്പോൾ പിന്നെ അതും അവിടെ പൊട്ടി. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെയുള്ള കേസുകൾ 3 കേസോ 4 കേസോ നിങ്ങൾ എടുത്തോ, ഇതൊന്നും മുസ്ലിങ്ങൾ ചെയ്യാത്ത പരിപാടികളാണ്. പക്ഷേ എച്ചിലുകൾ ചെയ്യുന്നത്, എക്സ് മുസ്ലിം എന്ന് പേരിട്ടിട്ടുള്ള നാറികൾ നമ്മുടെ നാട്ടിലടക്കം കേരളത്തിലടക്കം നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സകല എക്സ് ആണും പെണ്ണും കെട്ട മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഈ പേരുള്ള അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ചെയ്തു എന്ന് പറഞ്ഞ ക്രിമിനലുകളും ചെയ്യുന്ന കാര്യമാണ്. അപ്പം ആരാണ് ഇതിനെതിരെ കേസെടുക്കേണ്ടത്? മുസ്ലിങ്ങളെ നിങ്ങൾ വെറുതെ പേടിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെതിരെ ചാടാനും നിൽക്കണ്ട. നമ്മൾ ഈ ചങ്കികളെ കുറ്റം പറയാറുണ്ടല്ലോ അല്ലേ? നമ്മൾ ചങ്കികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ജയശ്രീരാം വിളിച്ചിട്ടില്ലെങ്കിൽ അടിക്കും. ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടിക്കും. ബീഫ് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടിക്കും. ശിവലിംഗം തപ്പി നിങ്ങളുടെ പള്ളികളിലും അല്ലെങ്കിൽ നിങ്ങളുടെ മദ്രസകളിലും നിങ്ങളുടെ ഖബർസ്ഥാനങ്ങളിലൊക്കെ ഇവന്മാർ മാന്തും. ഇത് ഹിന്ദുക്കൾ ചെയ്യുന്ന കാര്യമാണോ? അല്ല. നമ്മളെന്ന് സംഖ്യകളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ സംഖ്യകളൊരു കാര്യം പറയുന്ന സമയത്ത് അത് ഹിന്ദു അല്ല നമ്മൾ 10 വട്ടം പറയാറുണ്ട്. സംഖ്യ എന്ന് പറഞ്ഞാൽ സംഖ്യയാണ്, ചാണക സംഖ്യയാണ്, അതൊരിക്കലും ഹിന്ദു അല്ല. ഇനി ക്രിസ്ത്യൻ തീവ്രവാദികളുണ്ട് ലോകത്ത് പല ഭാഗത്തും. അവർ ക്രിസ്ത്യാനികളല്ല, അത് തീവ്രവാദികളാണ്. മുസ്ലിം തീവ്രവാദികൾ ഒരിക്കലും മുസ്ലിങ്ങളല്ല, അത് തീവ്രവാദികളാണ്. അപ്പം ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നവന്മാർ തീവ്രവാദികൾ, അതിപ്പോൾ ഏത് മതത്തിലാണെങ്കിലും വേണ്ടില്ല. അപ്പം ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള സംഭവം നടന്നു കഴിഞ്ഞാൽ അത് മുസ്ലിമിനെ തലയിൽ കെട്ടിവെക്കുന്നവരാ? ഹിന്ദുക്കളാണോ? ഏതെങ്കിലും ഒരു ഹിന്ദു, നല്ലൊരു ഹിന്ദു വന്ന്, നല്ലൊരു സനാതനി ഹിന്ദു വന്ന് നിങ്ങളോട് പറയാം ഈ പറഞ്ഞ പരിപാടികളൊക്കെ നിങ്ങളുടെ പേരുള്ള ആൾക്കാരാണ് ചെയ്തത്, അതുകൊണ്ട് മുസ്ലിമാണ് ചെയ്തത് പറയില്ല. പക്ഷേ സംഖ്യ പറയും. നമ്മുടെ നാട്ടിലെ സംഖ്യയും പറയും, നമ്മുടെ നാട്ടിലെ എച്ചിലുകൾ പറയും. കാരണം എച്ചിലുകൾ ഈ പരിപാടി ചെയ്തുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എച്ചിലുകൾ പേര് മാറ്റിയിട്ടില്ല. അപ്പോൾ ഈ പേരിൽ ഈ പരിപാടി ചെയ്യുന്നവരൊക്കെ അക്കൂട്ടത്തിലോട്ട് നമ്മളോട് കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ കൂട്ടുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇത് നിങ്ങൾക്കെതിരെ ഈ പേരും പറഞ്ഞ് മുസ്ലിങ്ങൾക്കെതിരെ ചാടാൻ പോകുന്നത് എച്ചിലുകളും ഈ പറഞ്ഞ സംഖ്യകളുമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ മലം ചാനലും അല്ലെങ്കിൽ ക്രിമി ചാനലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ മലം, കൃമി, തീട്ടം ഇതൊക്കെ ഒരേ വകുപ്പിൽ വരുന്നതായതുകൊണ്ട് ഓക്കെ, ഈ സ്ഥലത്ത് പോയി ഇരുന്ന് വാ തുറക്കുന്നവന്മാരും ഈ പറഞ്ഞ അപ്പിയോട് തീട്ടം എന്ന് പറഞ്ഞാൽ അപ്പിയോട് ഉപമിക്കാവുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ ഇവന്മാർ നിങ്ങളെ പറ്റി പറയും മുസ്ലിങ്ങളാണ്. പക്ഷേ മുസ്ലിങ്ങളല്ലാതെ ഞാൻ ഇത്രയും നേരം സംസാരിച്ച് നിങ്ങൾക്ക് കാര്യം മനസ്സിലായത്. മുസ്ലിം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിൽ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് സംഖ്യ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സംഖ്യയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സംഖ്യ പ്രൊപ്പഗണ്ടായിട്ട് പറഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ. ജിഹാദിൻ്റെ പേരിട്ട് കോർപ്പറേറ്റിന് ഇട്ട് കൊടുക്കും, ലാൻഡിന് ഇട്ട് കൊടുക്കും, ലവിന് ഇട്ട് കൊടുക്കും, ഈവൻ മൂത്രത്തിന് വരെ ഇട്ട് കൊടുക്കും, നാർക്കോട്ടിക് മരുന്നിനിട്ട് കൊടുക്കും, ഇതിനൊക്കെ ഇട്ട് കൊടുക്കും. അപ്പം സംഖ്യ പറയുന്ന ചില കാര്യങ്ങളുടെ പേരിൽ മുസ്ലിങ്ങളുടെ മേലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ചെയ്ത തെറ്റിന്, അതായത് അവിടുത്തെ ഈ എച്ചിൽ മുസ്ലിങ്ങൾ ഈ പറഞ്ഞ ടാറ്റാന്ന് ചെയ്ത കാര്യത്തിന് നിങ്ങൾ ആരും ഡിഫെൻഡ് ചെയ്യാൻ പോകണ്ട. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്, അവന്മാരെ തൂക്കുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ രാജ്യം 12 വർഷമായിട്ട് നമ്മുടെ ഭരിച്ചിട്ടും ഈ പറഞ്ഞ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ തൂക്കണം, പൊക്കണം. നിങ്ങൾ കാര്യം വെച്ച് നോക്കണേ. അതായത് ഇതിൻ്റെ കേസ് ഇട്ടതിലാണ് ഏറ്റവും രസം. കേസ് ഇട്ട് നിങ്ങളൊക്കെ അതായത് നിർബന്ധിത ഫുഡ് കഴിപ്പിക്കൽ, ഇത് മറ്റേ കേരള സ്റ്റോറി കണ്ട പോലെ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ഇങ്ങനത്തെ ഒരു കേസ് ഇടുമ്പോൾ ആ കേസിൽ ഇടുന്ന റിപ്പോർട്ട് വരെ ഈ പറഞ്ഞ സിനിമയിലെ പ്രൊപ്പഗണ്ടകൾ കണ്ടിട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഇത് തിന്നാൻ പോയ ആൾക്കാർ ആരാണെങ്കിലും വേണ്ടില്ല, ഈ പറഞ്ഞ പിന്നെന്താണ് മതപരിവർത്തനം, പീഡിപ്പിച്ച് മതപരിവർത്തനം, ഈ പറഞ്ഞ പരിപാടികളൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അതൊരു പ്രൊപ്പഗണ്ടയാണോ എന്നുള്ള തോന്നൽ നമുക്ക് ആദ്യം തോന്നുമെങ്കിലും ഈ പറഞ്ഞ കേസ് നിങ്ങൾ ചിന്തിക്കണം, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അതായത് ഒരു പെൺകുട്ടി തൻ്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം പറയാണ്, ഇങ്ങനെ എന്നെ നിർബന്ധിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ പല കാര്യങ്ങൾക്കും നിർബന്ധിതമാവുന്നു, കാരണം എൻ്റെ ടീം ലീഡേഴ്സ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തിരിച്ച് മറുപടി പറയാൻ പേടിയാണ്. അതുകൊണ്ട് എന്താണ് ചെയ്തത്? ഒരു സ്പെഷ്യൽ ടീമിനെ വരെ അവിടെ നിയമിച്ചു. ഒരുത്തനെ കൊന്നാൽ നമ്മുടെ നാട്ടിൽ പ്രശ്നമില്ല.
ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രശ്നമില്ല, ഒരുത്തനെ പീഡിപ്പിച്ചാൽ നമ്മുടെ നാട്ടിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് അവിടെ മതം കയറി വരുന്ന സമയത്ത് അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്ന് 4 വർഷത്തിന് ശേഷം അവിടെ ആളുകൾ ചെല്ലുന്നു. ആരാണ്? 4 പേര്, 4 വനിതാ കോൺസ്റ്റബിൾസ് വേഷം മാറി അവിടുത്തെ സ്വീപ്പേഴ്സായിട്ട്, അതായത് അവിടുത്തെ ഹൗസ് കീപ്പിംഗ് ജോലി ചെയ്യുന്ന അവർ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അപ്പോൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ സത്യമാണ് എന്നുണ്ടെങ്കിൽ, അതിൽ പ്രൊപ്പഗണ്ട അല്ല, സത്യമാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എക്സ് മുസ്ലിങ്ങളെ അവന്മാരെ പറയാൻ പറ്റുള്ളൂ. മുസ്ലിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ല അവന്മാർ ചെയ്തത്. അപ്പോൾ എക്സ് മുസ്ലിങ്ങൾക്ക് മാക്സിമം ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ അതെന്താണെങ്കിലും കിട്ടുക തന്നെ വേണം. ഇനി ഇത് കണ്ടിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു മുസ്ലിമും അല്ലെങ്കിൽ ഒരു ഇസ്ലാമും പെട്ടവരും ഇതിൻ്റെ പിന്നാലെ പോകാൻ നിൽക്കരുത്. ആ ചെയ്ത ആളുകൾക്കെതിരെ തന്നെ നിങ്ങൾ സംസാരിക്കണം. അതുതന്നെയല്ലേ നമ്മൾ മുമ്പ് സംസാരിച്ചത്. നമ്മുടെ നാട്ടിൽ തീവ്രവാദം നടത്തുന്നതിൽ പെഹൽഗാം പോലത്തെ ഒരു സ്ഥലത്ത് തീവ്രവാദം നടന്ന സമയത്ത് നാട്ടിലെ മുസ്ലിങ്ങൾ എന്താ പറഞ്ഞത്? അവനെ തൂക്കണം, അവന്മാരെ പിടിച്ച് പൊക്കിക്കൊണ്ടുപോകാം. നിങ്ങൾ പാകിസ്ഥാനിൽ കൊണ്ടിട്ട് അവിടുത്തെ ആളുകൾക്കെതിരെ അല്ലെങ്കിൽ അവിടുത്തെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന തീവ്രവാദങ്ങളിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന് തട്ടിക്കളയാനാ പറഞ്ഞു ഇവിടുത്തെ മുസ്ലിങ്ങൾ. അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിങ്ങൾ പറഞ്ഞു അവന്മാരെ കൊല്ലരുതിട്ടോ, ആ 4 പേരെ കൊല്ലരുത്, അവന്മാരെ നമുക്ക് പൊന്നും മറ്റേ കൊലുസും കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ ആയിരിക്കണം ഈ കേസിലും. നമ്മുടെ നാട്ടിലെ ഹിന്ദു സഹോദരികൾക്ക് ഈ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഓരോ മുസ്ലിമും ഇത് ചെയ്തവൻ്റെ കാരണക്കുറ്റിക്ക് അടിക്കുക തന്നെ വേണം. അത് ഇനിയിപ്പോൾ ഏതായാലും കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ട്, കുറ്റം തെളിയിക്കപ്പെടണമെങ്കിൽ ഇനിയിപ്പോൾ അത് ഇൻവെസ്റ്റിഗേഷൻ വേണം, അത് കോടതിയിൽ പോകണം. കോടതിയിൽ നിന്നാണ് അതിൻ്റെ തെളിവ് കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരേണ്ടത്. അപ്പോൾ തെളിവ് സഹിതം പുറത്ത് വരുമ്പോൾ അതിനെതിരെ നിങ്ങൾ സംസാരിക്കുകയാണ് വേണ്ടത്. ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോകരുത്. പിന്നെ നിങ്ങളുടെ പേര് ഇതിലോട്ട് മുസ്ലിമിനെ ഇസ്ലാമിനെ പേരിലോട്ട് എടുത്തിട്ടിട്ട് ഇത് മുസ്ലിമിൻ്റെ പേരുള്ളത് കൊണ്ട് ഇത് മുസ്ലിങ്ങൾ മൊത്തം ഇങ്ങനെയെന്ന് പറയുമ്പം ആ പറഞ്ഞവൻ്റെ ചെപ്പക്കുറ്റി വേണമെങ്കിൽ ഒന്ന് നാലും പൊട്ടിക്കുക, ഒരു പ്രശ്നം അതിലില്ല. അതല്ല, ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി ഇമ്മാതിരി പരിപാടികൾ കാണിക്കുക, ഇമ്മാതിരി പരിപാടി ചെയ്തു കഴിഞ്ഞാൽ അത് മുസ്ലിമിൻ്റെ പേരിലാണ് ചെയ്യണമെങ്കിൽ ആ ചെയ്തവനടിക്കുക, അല്ലാണ്ട് ഈ മതത്തിനല്ല അടിക്കേണ്ടത്. നമ്മൾ സംഖ്യനെ അടിക്കണം, സംഖ്യനെ നമ്മൾ നിരപ്പിട്ട് കൊടുക്കണം. അടിച്ച് 32 കൊല്ലം സംഖ്യൻ്റെ താഴ്ത്തിടണം. പക്ഷേ ഒരിക്കലും ഹിന്ദുവിനെ നമ്മൾ അടിക്കരുത്. നല്ലവരായിട്ടുള്ള ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും അടിക്കാൻ പാടില്ല. പക്ഷേ ക്രിസംഖികളെ നമ്മൾ അടിക്കണം. ക്രിസംഖികളെ കുനിച്ചെടുത്തിട്ട് അവൻ്റെ മൂട്ടിൽ നല്ല മിസൈൽ വെച്ച് പൊട്ടിക്കണം. അതേപോലെ തന്നെ ക്രിസ്ത്യാനി അല്ല എന്താ പറയുക സംഘികൾക്കും നമ്മൾ പണി കൊടുക്കണം. പക്ഷേ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ ഈ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് മതവിഭാഗക്കാർ ഈ നാട്ടിൽ നിൽക്കുന്നവർക്ക് അവർ അവരുടേതായിട്ടുള്ള സുഖമായിട്ടുള്ള ജീവിതം ജീവിക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള മുസ്ലിം ക്രിസ്ത്യൻ ഈ ഹിന്ദു തീവ്രവാദികളുണ്ടെങ്കിൽ, എച്ചിൽ മുസ്ലിങ്ങളുണ്ടെങ്കിൽ, എക്സ് മുസ്ലിങ്ങൾ എന്ന് പേരുണ്ടെങ്കിൽ, സംഘികളുണ്ടെങ്കിൽ, മുസ്സംഘികളുണ്ടെങ്കിൽ അവന്മാരെ തേമ്പി കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് ഇപ്പോൾ കേട്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കുറേ പേര് എൻ്റെ കമൻറ്റുകളിൽ അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് നിനക്കെന്താണെന്നും പറയാനില്ലാത്തത്. എനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തമാണ്. 12 വർഷം കൊണ്ട് ഈ അവസ്ഥയിൽ ഇന്ത്യനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം തന്നെ എടുത്ത് ഈ പറഞ്ഞ പരിപാടികൾ തെളിയിച്ച് കാണിക്കണം. അതല്ലാണ്ട് കണ്ടേ ലിംഗം തപ്പി നടക്കാനും അതല്ലെങ്കിൽ പള്ളി പൊളിക്കാനും അതൊന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ മുസ്ലിം അല്ലെങ്കിൽ പ്രതിപക്ഷ MLA-മാരെ പിന്നാലെ പോകാനും അല്ലെങ്കിൽ പ്രതിപക്ഷ MP-മാരെ പിന്നാലെ പോകാനും ഭരണം കിട്ടാൻ വേണ്ടി ഏത് തേർഡ് റേറ്റ് പരിപാടികൾ ചെയ്യാനൊന്നും നിൽക്കാണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടുപിടിച്ച് ഇവന്മാർക്കൊക്കെയുള്ള ശിക്ഷ കൊടുക്കുക. അതാണ് നമ്മുടെ അപ്പോഴാണ് വിശ്വഗുരുക്കായി മാറുക. അതല്ലെങ്കിൽ വെറും ചക്കക്കുരുവായിട്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുകയുള്ളൂ എന്ന് കൂടെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ശരി, ഇതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് താഴത്ത് കമൻറ്റ് ഇട്ട് നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്.